എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡി ബോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ യൂട്യൂബർ ആണല്ലേ. ഞാനിപ്പോൾ യൂട്യൂബർ ആണ്. അപ്പോൾ ഈ യൂട്യൂബർ എന്നുള്ള അല്ലെങ്കിൽ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിപ്പെട്ടത് നിങ്ങൾക്കറിയോ? അതൊരു വലിയ കഥയാണ്. പക്ഷെ നമുക്കത് ഷോർട്ടാക്കിയിട്ട് കുഞ്ഞതാക്കിയിട്ടൊന്ന് പറഞ്ഞാലോ? അപ്പോൾ നമ്മുടെ വീഡിയോ അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് അറിയുണ്ടായിരുന്നില്ലേ, എല്ലാവരെ പോലെ തന്നെ എനിക്കും അറിയുണ്ടായില്ലേ. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതുപോലെ ഒരു സ്മാർട്ട് ഫോണോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ അറിയുന്നത് ഒരു 2014 ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ അറിയുന്നത് തന്നെ. സ്മാർട്ട് ഫോൺ ഇല്ലാത്തതിനോടാണ് ഒന്നാമത് അറിയാതിരുന്നത്. അപ്പോൾ പല ആളുകളും വിചാരിക്കുന്നത് 2015 യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ സത്യമായിട്ടും എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സാധനം. കാരണം നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ വേണം. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അതുമായിട്ട് സ്മാർട്ട് ഫോണും കാര്യങ്ങളും യൂസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ വേണം, അതിനൊക്കെ വേണമല്ലേ. അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആഫ്റ്റർ മാരേജ് കഴിഞ്ഞ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫോണിൽ വീട്ടിലുള്ള ആളുകൾ ഫോണിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്താണ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇങ്ങനെ അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക, എങ്ങനെയാണ് ഈ അപ്ലോഡ് തന്നെ സാധനമൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അന്ന് പറയാനൊന്നും ഇപ്പോൾ പറയുന്നത് പോലെയല്ല, അന്ന് അങ്ങനെയൊന്നും പറയാൻ അറിയില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ വീഡിയോ ചെയ്യുന്നത്, ഇതിൽ എങ്ങനെയാണ് വീഡിയോ ചെയ്യുക, എനിക്കിഷ്ടമായി. കാരണം ഇവർ കാണുന്ന കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് വലിയ ഇഷ്ടമായി കേട്ടോ. എങ്ങനെ ചെയ്യും, പക്ഷെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഫോണ് വേണമല്ലോ, ഒരു സ്മാർട്ട് ഫോൺ വേണമല്ലോ, അങ്ങനെ ടച്ച് ഫോൺ വേണമല്ലോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ബ്യൂട്ടി വ്ളോഗർ ഉണ്ടല്ലോ, ഐശ്വര്യ ബ്ലാഷ് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഐശ്വര്യ ചേച്ചി ഒരു വീഡിയോ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ അതിലിങ്ങനെ കാണിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ എന്താ ചെയ്തത് അറിയോ, ഞാനൊരു പെന്നും പേപ്പറൊക്കെ എടുത്തിട്ട് അത് എഴുതി വെച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. പിന്നെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഫോൺ എങ്ങനെയെങ്കിലും ഒപ്പിക്കുക എന്നുള്ളതായിരുന്നു. സെക്കൻഡ് ഹാൻഡ് ആയാലും കുഴപ്പമില്ല, എനിക്കൊരു ഫോൺ കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. ഒരു സ്മാർട്ട് ഫോൺ കിട്ടിയാലും ഉപകാരമായിരുന്നു. എൻ്റെ അടുത്ത് കീപാഡ് നോക്കിയൻ്റെ പഴയ ഫോണല്ലേ, അതായിരുന്നു എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. ഈ ഫോണ് ഇന്ന് ഇതുവരെ ഇത്രയും കാലം, ഈ 2025 ഇന്ന് ഇത്രയും കാലമായിട്ടും ഒരു പുതിയ ഫോൺ വാങ്ങാനുള്ളൊരു യോഗം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം അത് പോട്ടെ, ഞാൻ പിന്നെ പറയാം കേട്ടോ. അതിനെപ്പറ്റി പിന്നെ പറയാം. അത് നമുക്ക് വേറെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെയെങ്കിലും ഒപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അങ്ങനെയാണെന്ന് തോന്നുന്നത്. എൻ്റെ മാമ ഉപയോഗിച്ചുള്ള പഴയ ഫോണ് മാമൻ്റെ മോന് കൊടുക്കും, ഏട്ടന് ഉപയോഗിച്ചിട്ട് അത് അവരുടെ വൈഫിന് കൊടുക്കും, അവരുടെ വൈഫ് ഉപയോഗിച്ചിട്ട് അത് മാമൻ്റെ മോളുണ്ട് അവർക്ക് കൊടുക്കും, അവരുപയോഗിച്ച് ചെറിയ മക്കളുണ്ട്, എൻ്റെ കയ്യിൽ ആ ഫോൺ എത്തുമ്പോഴേക്കും അതിന് സ്വിച്ച് ഉണ്ടാകൂല, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവില്ല, കംപ്ലൈൻ്റ് ആയിട്ടാണ് എൻ്റെ അടുത്ത്. അങ്ങനെ ഒരു ഫോണാണ് കേട്ടോ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. അത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, അതാണ് സംഭവം. അപ്പോൾ ആ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ അയാളെ ഫോണിൽ നോക്കിയിട്ട് പഠിക്കുകയും ചെയ്യാം, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് ആദ്യമായിട്ട് വീഡിയോ എടുത്തു. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യാൻ ഈ നെറ്റ് വേണമല്ലോ, നെറ്റിൻ്റെ വലിയ പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണെന്നറിയോ? ലേഡീസ് ഹവേഴ്സ് എന്നായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് കേട്ടോ. പിന്നെ ഇത് ആർക്ക് അയച്ചു കൊടുക്കണം, ആദ്യത്തെ സബ്സ്ക്രൈബർ ഞാൻ തന്നെ ആയിരുന്നു. പിന്നെ അവിടെ ഉള്ള എല്ലാവരുടെ ഫോണിൽ നിന്ന് ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുറച്ച് ആളുകളൊക്കെ ഞാൻ ഒപ്പിച്ചിട്ട് 500 സബ്സ്ക്രൈബേഴ്സ് മതി, 1000 ആൾക്കാർ കണ്ടാൽ മതി, അങ്ങനെ എന്തെന്നായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരെയൊക്കെ ഒപ്പിച്ച് പിന്നെ ഞാൻ ഡെയിലി വീഡിയോ എനിക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ആ വീട്ടിൽ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു എൻജോയ്മെൻറ്റ് കൊണ്ടുവരണമല്ലോ, ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്തായി പോകും. അപ്പോൾ അത് വേണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊന്ന് മൈൻഡിനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമായിരുന്നു സത്യം പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നതൊക്കെ. പിന്നെ അതേപോലെ ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുക, പിന്നെന്താ
പോട്ട് പെയിൻറ്റിങ്, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ യൂട്യൂബ്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ അറിയോ അതൊക്കെ ഞാൻ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ് കേട്ടോ. എൻ്റെ ഗുരുവാണ് യൂട്യൂബ്. ഞാൻ ഡാൻസ് പഠിച്ചത് ഒരുപാട് മാഷുമാരെടുത്ത് ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ, കോളേജിൽ അങ്ങനെ ഒക്കെ പോയി പഠിച്ചിട്ടുണ്ടെങ്കിലും ക്രാഫ്റ്റ്, പെയിൻറ്റിങ്, പോട്ട് പെയിൻറ്റിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോസ് കാണുകയും ചെയ്യും, അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഫോണ് പോയത്. ആ ഫോൺ പോയതല്ല, ഫോൺ പോക്കിയത്. അതൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഫോൺ പോയിട്ട് പിന്നെ എനിക്ക് ഒരു 5-6 മാസത്തേക്ക് ഫോൺ ഉണ്ടാവില്ല. അപ്പോൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല. നന്നാക്കിട്ടോ ഞാൻ അച്ഛന് പെൻഷൻ കിട്ടുന്ന സമയത്ത് അച്ഛൻ വരുമ്പോൾ തരുന്ന 500 രൂപ തരും. അതൊക്കെ കൂട്ടി വെച്ച് ആ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ നന്നാക്കി വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയേ. യൂട്യൂബിൽ നിന്ന് വരുമാനം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, അങ്ങൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ വീണ്ടും ഫോൺ പോയല്ലോ, പിന്നെ ഫോണില്ല. ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു ഫോൺ വാങ്ങിയിട്ടായിരുന്നു. അമ്മയ്ക്ക് വാങ്ങിയ ഫോൺ എന്ന് പറഞ്ഞാൽ കീപാഡ് ഫോണാണ്. ജിയോൻ്റെ, റിലയൻസിൻ്റെ മറ്റേ ജിയോൻ്റെ ഒരു ഫോൺ ഇറങ്ങി. ഭയങ്കര വെയിറ്റാണ് ആ ഫോണിന്. പക്ഷെ അടിപൊളി ഫോൺ എടുത്തിട്ട് സ്മാർട്ട് ഒന്നും അല്ലാന്ന് തോന്നിപ്പോകുന്ന ടൈപ്പ് ഒരു ഫോണാണ്. ആകെ ഇത്രയും ഉണ്ടാവുള്ളൂ, പക്ഷെ ഭയങ്കര വെയിറ്റാണ്. നോർമൽ കീപാഡ് ഫോണാണ്, പക്ഷെ യൂട്യൂബ് കിട്ടും, എന്താ പറയുക, ഇൻ്റർനെറ്റ് എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടും. യൂട്യൂബൊക്കെ അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന അടിപൊളി ഫോണാണ്. അതിൻ്റെ ക്യാമറ എൻ്റെ പൊന്നു പറയണ്ട, ഫ്രണ്ട് ക്യാം ആണെങ്കിലും ബാക്ക് ക്യാമറ ആണെങ്കിലും അടിപൊളിയാണ്. ഞാൻ ആ ഫോണ് എൻ്റെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത ഫോണാണ് കേട്ടോ. ആ ഫോൺ ഞാൻ തിരിച്ച് വാങ്ങി, എനിക്ക് ഫോണില്ലാത്തതിനോട് തിരിച്ച് വാങ്ങിയിട്ട് സെൽഫി സ്റ്റിക്കില്ലേ, ഒരു ഗ്ലാസിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരുന്നു, ഗ്ലാസിൻ്റെ അകത്ത് സെൽഫി സ്റ്റിക്ക് ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതിൽ നിറയെ കല്ലൊക്കെ പെറുക്കിയിട്ട് കുത്തി വെച്ചിട്ട് അങ്ങനെ ഞാൻ ആ ഫോണ് സെൽഫി സ്റ്റിക്കിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കൂലായിരുന്നേ. എന്നിട്ട് ഞാൻ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ചുറ്റിക്കെട്ടി, ബണ്ണില്ലേ നമ്മൾ മുടിക്കിടുന്നത്, അതൊക്കെ വെച്ച് ചുറ്റിക്കെട്ടിയിട്ട് ആ ഫോൺ, അതിന് കുഞ്ഞ് ഫോണായത് കാരണം അതിൽ നിൽക്കില്ല. അപ്പം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കുക. എന്താ ക്ലാരിറ്റി എന്ന് പറയാം, അടിപൊളിയാണ്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ബാക്ക് ആണെങ്കിലും സൂം ചെയ്യുന്ന സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ആ ഫോണിൽ കുറേ വീഡിയോ എടുത്ത്. പിന്നെ അതെന്താ കംപ്ലൈൻറ്റ് ആയതാണോ, ഞാൻ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്താണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും പിന്നെ വാങ്ങിയ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോണ് പോയി, പിന്നെ ഫോണില്ല. പിന്നെ കുറേ കാലം എന്താ പറയുക, പഴയ ഹച്ചിൻ്റെ ഒരു ഫോണുണ്ട്, കീപാഡ് ഫോണിലേക്കാണ് ഞാൻ മാറി. പിന്നെ യൂട്യൂബ് ചാനലൊക്കെ പിന്നിൽ പോയി. അങ്ങനെ 2015, 16, 17 പിന്നെ എനിക്ക് അങ്ങോട്ട് പറ്റിയില്ല കേട്ടോ, കാരണം മോന് ഉണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്കും തലയ്ക്കൊക്കെ പഴയ ടച്ച് ഫോൺ ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാൻഡ് വാങ്ങിയത്, അതിലൊക്കെ ഞാൻ വീഡിയോ എടുക്കും. പിന്നെ അതും നശിച്ചു പോകും ഫോണ്. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഫോൺ വാഴൂല എന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്നില്ല. ഇതുവരെ എനിക്കൊരു പുതിയ ഫോൺ വാങ്ങാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നല്ലോ. അത് വന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഡിപ്രഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ തുടങ്ങിയിട്ടുള്ള ചാനലാണ് ഈ ഒരു ചാനൽ, ലേഡി ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ. നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക, അബൌട്ടിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. 2021 ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. 2025 ആയപ്പോഴാണ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് പോലത്തെ വീഡിയോസ് അല്ലായിരുന്നു, ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. ഒരുപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. ഞാനെല്ലാം ഡിലീറ്റ് ചെയ്തതാണ്, എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്നുള്ളത്. ഓരോ സമയത്ത് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് കടുത്തതായിരുന്നു കേട്ടോ. ഒരു 7 മാസക്കാലം ഞാൻ ഡിപ്രഷനിലായിരുന്നു, കടുത്ത ഡിപ്രഷനിലായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ കരകയറി വന്നു. പിന്നെയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതെ വരുന്ന സമയത്ത് ഞാൻ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യും. ഞാൻ തന്നെ മെനക്കെട്ട് ഇരുന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടും മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യും. നല്ല രീതിക്ക് എടുത്ത വീഡിയോസൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയതാണ്. പിന്നെ അതേപോലെ ഇതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു 8-10 മിനിറ്റ് ഒക്കെയുള്ള വീഡിയോസാണ് ഞാൻ ഇടുക. അതുതന്നെ ഒരു ദിവസം 1.5 ദിവസത്തെ GB ഒക്കെ വെച്ചിട്ടാണ്, എന്താ പറയുക, MB യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തത്. അത് തന്നെ നല്ല ഭംഗിക്ക് എടുത്ത ഒരുപാട് വീഡിയോസ് ആയിരുന്നു കേട്ടോ. കുറച്ചെണ്ണം ഉണ്ട്. ഏറ്റവും ഫസ്റ്റ് വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണാം വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ്, 1 കൊല്ലം 3 കൊല്ലത്തിന് മുൻപിട്ട വീഡിയോസൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്തേക്ക്. കുറേയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു, കുറേയൊക്കെ ഇതിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് ഞാൻ വന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരാളെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ വന്നതാണ് ഈ സംഭവത്തിലേക്ക്, മനസ്സിലായോ? അതാണുള്ളത്. അപ്പോൾ ഓണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ മുന്നേറിക്കൊണ്ടേ ഇരിക്കുന്നത്.
അപ്പം ഞാൻ 2021 മുതൽ ചിലപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു പക്ഷേ എന്നോ ഈ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് ഞാനിപ്പോൾ എന്തെങ്കിലും ഏർണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇത്രയും കാലത്തിനിടയ്ക്ക് സംഭവിച്ചിട്ടേ ഇല്ല. 2025 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റി. അതുതന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ എന്നെക്കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റാഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പെട്ടെന്ന് കണ്ടിട്ടുള്ള ഒരു വീഡിയോയിൽ അവർ യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങാം എന്ന് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ ആദ്യത്തെ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതും അതിലേക്ക് വന്നതും. പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി പിന്നെ തുടങ്ങിയ ചാനലാണ് ഇത്. 2020-ലോ 2021-ലോ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തരക്കേടില്ലാതെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വന്നതും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മൈൻഡിൽ. എൻ്റെ മൈൻഡിനൊന്ന് ഡൈവേർട്ട് ചെയ്തെടുക്കുക. യൂട്യൂബിൽ തന്നെ കാണുന്ന പല കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതൊക്കെയായിരുന്നു എന്നെ സംബന്ധിച്ചൊരു കുറച്ച് സന്തോഷം സമാധാനം എന്നൊക്കെ പറയുന്ന കാര്യം കേട്ടോ. വീട്ടിലെ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് മെനക്കെട്ടിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ സന്തോഷം അതായിരുന്നു. ഒന്ന് സംസാരിക്കാനോ മിണ്ടാനോ അങ്ങനെ ആരും ഇല്ലാത്ത ഒരു ഇതിൽ എന്താ പറയുക, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക ഫോണിനോട്. തിരിച്ചിങ്ങോട്ടേക്കൊന്നും പറയുന്നില്ല ആരും, എന്നാലും എനിക്കിങ്ങനെ സംസാരിക്കാമല്ലോ, അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത്. എന്താ പറയുക, ഇത് ഇനിയും നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സും കൂടി ആയതുകൊണ്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ 1000 ആളുകൾ അല്ലെങ്കിൽ 1000-ൽ പുറമെ ആളുകളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കിപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് ഞാൻ യൂട്യൂബിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഫോണിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് വേറെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഭ്രാന്ത് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രമാത്രം പറയാറുണ്ട് കേട്ടോ എൻ്റെ ഫോണിൻ്റെ കഥകളും. ഈ ഫോണിൻ്റെ കഥ പറയുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അനു, അഭിഷ, ജിങ്കു, അനുശ്രീ, അവർക്കൊക്കെ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഭ്രാന്ത് പിടിക്കാനുള്ള ചാൻസ്. അത് നമുക്ക് വേറെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് അല്ലെങ്കിൽ ഒരു യൂട്യൂബറായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു എൻ്റർടൈനിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഇപ്പം അതിന് എവിടെ നോക്കിയാലും യൂട്യൂബർമാരാണ് ഏറ്റവും കൂടുതൽ. പഴയ യൂട്യൂബർമാർ വീഡിയോസ് നമ്മൾ കാണുന്ന സമയത്ത് പുതിയ യൂട്യൂബർമാരെ വീഡിയോസ് നമുക്ക് കാണാനുള്ള ചാൻസ് ഉണ്ടല്ലോ. പുതിയ ഒരുപാട് യൂട്യൂബർമാർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനടക്കം 2020 പഴക്കമുള്ളതാണെങ്കിലും 2025 സ്റ്റിൽ ഞാൻ ഇപ്പോഴും പുതിയൊരു യൂട്യൂബറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ചെയ്യാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും ഒരുപാട് സബ്ജക്റ്റ് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ടാറ്റാ.